ഞങ്ങൾ AKBRF സംഘം കൊച്ചിയിൽ നിന്നും ആദ്യം ഹോച്ചിമിൻ സിറ്റിയിലേക്കും അവിടെ നിന്നും വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമായ റെഡ് റിവറിൻ്റെ തീരത്തുള്ള ഹാനോയിലേക്ക് പറന്നു. നോർത്ത് വിയറ്റ്നാമിലെ ഏറ്റവും വലിയ നദിയാണ് റെഡ് റിവർ. ഇതിൻ്റെ ഡെൽറ്റ പ്രദേശം ഏറ്റവും കൂടുതൽ ജനവാസമുള്ളതും ഫലഭൂയിഷ്ഠവുമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം വിവിധ ഇനം കൃഷിയിടങ്ങളുമുണ്ട്. നോർത്ത് വിയറ്റ്നാമാണ് വിയറ്റ്നാമിൻ്റെ എക്കണോമിക് സോൺ. ഹാനോയിലെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ വിയറ്റ് ജെറ്റ് എയർവേസിൽ ദനാങ് എയർപോർട്ടിൽ വന്നിറങ്ങി. ഹാലോങ് ബേയിലേക്കാണ് ഞങ്ങൾക്ക് ഇന്ന് പോകേണ്ടത്. ഞങ്ങൾ കാണാൻ പോകുന്ന ഹാലോങ് ബേ എന്ന മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഹാലോങ് ബേയിലേക്കുള്ള ഞങ്ങളുടെ സഞ്ചാരത്തിനിടയ്ക്ക് നൂറുകണക്കിന് ഒരേപോലെയുള്ള ഫ്ലാറ്റ് സമുച്ചയങ്ങൾ കാണാം. ഇടയ്ക്ക് പുതിയവ നിർമ്മിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. ഹാലോങ് ബേയിലേക്ക് പോകാൻ ആദ്യം ഞങ്ങൾ ദനാങ് മറീനയിലെത്തി. ഞങ്ങളെ കൊണ്ടുപോകാനുള്ള ബോട്ട് അവിടെ ഞങ്ങളെ കാത്ത് കിടന്നിരുന്നു. മറ്റനേകം ബോട്ടുകളും മറീനയിൽ സഞ്ചാരികളെ കാത്ത് കിടപ്പുണ്ട്. ഞങ്ങളെ എല്ലാവരെയും ഗൈഡ് ഒരു ബോട്ടിൽ കയറ്റി. ബോട്ട് ഹാലോങ് ബേയെ ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. ബോട്ടുകൾ ഏത് വഴി സഞ്ചരിക്കണമെന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണാം. പണ്ടുകാലങ്ങളിൽ ഇവിടം മീൻപിടുത്തക്കാരുടെ ജനവാസ കേന്ദ്രങ്ങളായിരുന്നു. ഇന്നും മലകളിലെ പല പൊത്തുകളും ഇവരുടെ ആരാധനാ കേന്ദ്രങ്ങളാണ്. വിയറ്റ്നാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളിലൊന്നാണ് ഹാലോങ് ബേ എന്ന ഉൾക്കടലും അതിൽ ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടുകളും പർവ്വതങ്ങളും. വിയറ്റ്നാം യുദ്ധകാലത്ത് വളരെ തന്ത്രപ്രധാനമായ ഒരിടമായിരുന്നു ഹാലോങ് ബേയും മലകളും. ചിലവ വലിയ പർവ്വതങ്ങൾ തന്നെയാണ്. പലതരം ജീവികളുടെ ആവാസ കേന്ദ്രങ്ങളാണ് ഈ കുന്നുകളും പർവ്വതങ്ങളും. ലൈഫ് ജാക്കറ്റുകൾ ധരിക്കാൻ ഞങ്ങളെ ഗൈഡ് നിർദ്ദേശിച്ചു. ഞങ്ങളുടെ ബോട്ട് ഒരു ഫ്ലോട്ടിംഗ് ജെട്ടിയുടെ സമീപമെത്തി. വലിയ എണ്ണ ബാരലുകൾ കൂട്ടിക്കെട്ടി അതിന് മുകളിൽ ഉണ്ടാക്കിയ ഒരു പ്ലാറ്റ്ഫോം. ഞങ്ങളെ എല്ലാവരെയും ആ ഫ്ലോട്ടിംഗ് ജെട്ടിയിൽ ഇറക്കി. ഇവിടെ നിന്നാണ് പല ആക്ടിവിറ്റികൾക്കും സഞ്ചാരികൾ പോകുന്നത്. ടൂറിസ്റ്റുകൾക്ക് ദിവസങ്ങളും ആഴ്ചകളും താമസിച്ച് കാണാവുന്നതും ചെയ്യാവുന്നതുമായ പല ആക്ടിവിറ്റികളും ഇവിടെയുണ്ട്. റോക്ക് ക്ലൈമ്പിംഗ്, സ്ക്വിഡ് ഹണ്ടിങ്, ഫിഷിംഗ്, സ്ക്യൂബ ഡൈവിംഗ്, കയാക്കിംഗ്, സ്വിമ്മിംഗ് എന്നിവ അവയിൽ ചിലതാണ്. ഞങ്ങളിൽ തുഴയാൻ അറിയാവുന്നവർ കയാക്കിങ്ങിനും മറ്റുള്ളവർ വിവിധ ബോട്ടുകളിൽ ബോട്ട് റൈഡിങ്ങിനും ആവേശപൂർവ്വം ഇറങ്ങി. പാറകൾ ഉള്ളതുകൊണ്ട് കടലധികം വയലൻ്റ് ആകാറില്ല. എങ്കിലും അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. ഗൈഡ് മുന്നറിയിപ്പ് തന്നു. ബേയുടെ ചില പ്രത്യേക ഭാഗങ്ങളിൽ മാത്രമേ ബോട്ട് റൈഡിങ്ങിനും കയാക്കിങ്ങിനും സൗകര്യമുള്ളൂ. ഞാനും വനജയും കയാക്കിംഗ് തിരഞ്ഞെടുത്തു. ഞങ്ങളോടൊപ്പം മറ്റു ചിലരും കയാക്കിംഗ് സാഹസത്തിന് മുതിർന്നു. വിവിധ ഉയരവും വിസ്തൃതിയുമുള്ള ചുണ്ണാമ്പ് മലകൾ ചുറ്റും കാണാം. ഇതിലെല്ലാം പ്രകൃതിയുടെ വലിയ അത്ഭുതങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് യുനെസ്കോ ഇതിനെ നാച്ചുറൽ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. 13-ാം നൂറ്റാണ്ടിൽ വിയറ്റ്നാം കീഴടക്കാൻ വന്ന യുവാൻ രാജവംശത്തിലെ മംഗോളിയൻ യുദ്ധവീരനായ കുബ്ലൈ ഖാൻ്റെ കപ്പലുകളെ വിയറ്റ്നാമിലെ ട്രാൻ ഡൈനാസ്റ്റി ആക്രമിച്ചു തകർത്തത് ഈ ഉൾക്കടലിൽ വെച്ചായിരുന്നു. ട്രാൻ ഡൈനാസ്റ്റിയുടെ തലസ്ഥാനം ഹാനോയ് ആയിരുന്നു. ധാരാളം സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുള്ള പ്രദേശമാണ് ഇവിടം. 1992 പുറത്തു വന്ന ഇൻഡോ ചൈന എന്ന ഹോളിവുഡ് സിനിമ ഇതിൻ്റെ പൂർണ്ണ സൗന്ദര്യം പകർത്തിയിട്ടുണ്ട്. ഒരു ഫ്രഞ്ച് തോട്ടമുടമ ദത്തെടുക്കുന്ന വിയറ്റ്നാമീസ് പെൺകുട്ടിയുടെ കഥ പറയുന്നതാണ് ഈ ചിത്രം. 2017 പുറത്തിറങ്ങിയ കോങ് സ്കൾ ഐലൻഡ് എന്ന സിനിമയും ഹാലോങ് ബേയുടെ സൗന്ദര്യം മുഴുവൻ ഒപ്പിയെടുത്ത മൂവിയാണ്. പസഫിക് ഓഷ്യൻ്റെ ഭാഗമായ സൗത്ത് ചൈന സീയിലാണ് ഹാലോങ് ബേ ഉൾക്കൊള്ളുന്നത്. ഇവിടെ പല വലിപ്പത്തിലും ആകൃതിയിലുമുള്ള ഏകദേശം 2000 ചുണ്ണാമ്പ് കല്ലുകളാൽ രൂപപ്പെട്ട ദ്വീപുകളുണ്ട്. ഇതിൽ ഏകദേശം 400 ദ്വീപുകൾക്ക് മാത്രമേ പേരുകൾ നൽകിയിട്ടുള്ളൂ. ഹാലോങ് ബേയുടെ വിസ്തൃതി ഏകദേശം 1551 സ്ക്വയർ കിലോമീറ്ററാണ്. ഹാലോങ് ബേയിൽ
പലയിടത്തും ഉഗ്രശേഷിയുള്ള മൈനുകൾ ഒളിഞ്ഞുകിടപ്പുണ്ട് എന്ന് ഗൈഡ് പറഞ്ഞു. വിയറ്റ്നാം യുദ്ധകാലത്ത് അമേരിക്കൻ നേവി സ്ഥാപിച്ച മൈനുകളാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് ടൂറിസ്റ്റുകൾ പോകുന്ന ബോട്ടുകൾക്ക് പ്രത്യേക റൂട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. കൂറ്റൻ പാറകൾ അടുത്ത് കണ്ട് ഞങ്ങൾ വിസ്മയിച്ചു പോയി. പല രൂപത്തിൽ, പല വലിപ്പത്തിൽ അവ അങ്ങനെ ഗാംഭീര്യത്തോടെ തലയുയർത്തി നിൽക്കുന്നു. 2 ആഴ്ച മുൻപ് പേമാരിയും കൊടുങ്കാറ്റുമായിരുന്ന സ്ഥലം. ഞങ്ങൾ ചെല്ലുമ്പോൾ കാലാവസ്ഥ വളരെ അനുകൂലമായിരുന്നു. എല്ലാവരും കയാക്കിങ്ങും ബോട്ട് റൈഡും നന്നായി ആസ്വദിച്ചു. ഞങ്ങൾ കയാക്കിംഗ് ചെയ്യാൻ ആരംഭിച്ചു. നന്ദകുമാറും സംഘവും ബോട്ട് റൈഡിംഗാണ് തിരഞ്ഞെടുത്തത്. സൂരജ് ഞങ്ങളെ നയിക്കാൻ എപ്പോഴും കൂടെയുണ്ട്. മുളത്തൊപ്പി വച്ച സ്ത്രീകൾ ബാംബു ബോട്ടുകൾ അനായാസമായി തുഴയുന്നു. പ്രകൃതി അവർക്ക് നൽകിയ ഉപജീവന മാർഗമാണിത്. രാവിലെ മുതൽ വൈകുന്നത് വരെ ഇവിടം സജീവമായിരിക്കും. ഡ്രാഗൺ ദൈവം സൃഷ്ടിച്ചതാണ് ഹലോങ് ബേയിലെ കുന്നുകളെന്നാണ് വിയറ്റ്നാംകാർ വിശ്വസിക്കുന്നത്. എന്നാൽ ശാസ്ത്രീയമായി പറഞ്ഞാൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ ജലം നീങ്ങി പർവ്വതങ്ങൾ പൊങ്ങി വന്നതാണെന്നാണ് കണക്കുകൂട്ടൽ. ജയയും രവിയും കയാക്കിങ്ങിനുള്ള തയ്യാറെടുപ്പിലാണ്. ഉപ്പുജലവുമായുള്ള സമ്പർക്കം മൂലം മലയുടെ അടിഭാഗം മെലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫ്ലോട്ടിംഗ് വില്ലേജ് പോലും അവിടെയുണ്ട്. തുഴക്കാരുടെ ഒരു വിശ്രമ കേന്ദ്രവുമാണ് അത്. ഗ്രാമീണർക്ക് തൊഴിലും വരുമാനവും നേടിക്കൊടുക്കുന്നതാണ് ഈ ആക്ടിവിറ്റികൾ. മുള എന്ന പ്രകൃതി സമ്പത്തിന് സുപ്രധാനമായ സ്ഥാനമുണ്ട് വിയറ്റ്നാമിൽ. ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിനോദം, വരുമാനം എന്തിനും ഏതിനും അവർ മുളയെ ആശ്രയിക്കുന്നു. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം വളരെ പരിമിതമാണ്. ഇത് അവരുടെ പ്രകൃതി സ്നേഹം വിളിച്ചോതുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് ഹാലോങ് ബേ. നാലുപാടും വലിയ മലകളും അതിനു നടുവിലെ മരതകപ്പച്ച നിറമുള്ള ജലത്തിലൂടെയുള്ള ബോട്ടിങ്ങും കയാക്കിങ്ങും വളരെ മനോഹരമായ നിമിഷങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. പ്രകൃതി സൗന്ദര്യം ആവോളം ആസ്വദിച്ച് കുളിർകാറ്റ് കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നത് വളരെ വലിയ അനുഭൂതിയാണ്. ഞങ്ങളൊരു വലിയ മലയുടെ ഗുഹയിൽ കയറിയിറങ്ങി. ഗുഹയ്ക്ക് അകത്ത് മുകളിലേക്ക് നോക്കുമ്പോൾ സ്റ്റാലഗ്മൈറ്റിൻ്റെ രൂപപരിണാമങ്ങൾ കാണാം. വ്യത്യസ്ത കെമിക്കലുകൾ കലർന്നാണ് ഈ ഫോർമേഷനുകൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾ കയറിയ ഗുഹയുടെ മുകളിൽ ഒരു പടുകൂറ്റൻ ചുണ്ണാമ്പ് പാറയാണ്. പ്രകൃതിയുടെ ചിത്രചാതുര്യം കണ്ട് ഞങ്ങൾ വിസ്മയിച്ചു പോയി. ഏകദേശം 1600ഓളം ചെറുതും വലുതുമായ പൊത്തുകൾ വിവിധ മലകളിൽ ഹലോങ് ബേയിൽ ഉണ്ട്. സംഗ്സോട്ട് കേവ് ഒരു പ്രധാനപ്പെട്ട ഗുഹയാണ്. സംഗ്സോട്ട് എന്നാൽ സർപ്രൈസ് എന്നാണ് അർത്ഥം. ഈ ഗുഹയിൽ അനേകം അറകളും സീലിങ്ങിന് 30 മീറ്റർ വരെ ഉയരവുമുണ്ട്. 10,000-കണക്കിന് വർഷങ്ങളെടുത്ത് ചുണ്ണാമ്പ് പാറകൾ ദ്രവിച്ച് രൂപപ്പെട്ടതാണ് ഓരോ ഗുഹയും. ഗുഹയ്ക്കുള്ളിലെ ഫോർമേഷനുകൾ കണ്ട് ഞങ്ങൾ വേറൊരു ലോകത്ത് എത്തിയതുപോലെ തോന്നി. തല അതിൽ തട്ടുമെന്ന് വിചാരിച്ച് എല്ലാവരും തല കുനിച്ചു. ആ ഗുഹ കടന്ന് അപ്പുറം എത്തിയാലും വീണ്ടും ചുറ്റിനും മലകളും പൊത്തുകളുമാണ്. ആ ഗുഹയിൽ കൂടെ തന്നെ ഞങ്ങൾ പുറത്തേക്ക് വന്നു. അടുത്ത വർഷം നമ്മൾ ചെന്നാൽ ഈ ഗുഹയുടെ ആകൃതിയും പ്രകൃതിയും രൂപപരിണാമം സംഭവിച്ചിട്ടുണ്ടാവും, ഗൈഡ് പറഞ്ഞു. ഒരു ഡ്രാഗൺ നാക്ക് നീട്ടിയതുപോലെയാണ് ഒരു ഫോർമേഷൻ.
ഇന്ന് ഞങ്ങൾ ഹലോങ് ബേയിൽ സഫയർ എന്ന ക്രൂയിസ് ഷിപ്പിലാണ് താമസം. ഏകദേശം ലഞ്ച് ടൈം ആയപ്പോൾ ക്രൂയിസ് ഷിപ്പിൽ എത്തിച്ചേർന്നു. സഫയർ ക്രൂയിസിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സഫയർ ക്രൂസിലെ ജീവനക്കാർ ഞങ്ങളെ സ്വീകരിക്കാനായി കവാടത്തിൽ നിന്നിരുന്നു.